Hey guys, so കഴിഞ്ഞ ദിവസം ഞാൻ HDR എന്താണ് എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഒരു സെൽഫി കാണിച്ചിരുന്നു. ആ സെൽഫി ഞാൻ 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സ്മാർട്ട് ഫോണിൽ നിന്നാണ് എടുത്തത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഇത് 10,000 രൂപയുടെ ഫോണിലെടുത്തതോ? അതെ, ആ സെൽഫി എടുത്തത് ഈ സ്മാർട്ട് ഫോണിലാണ്, മോട്ടോ G24 പവർ. സത്യം പറഞ്ഞാൽ 10,000 രൂപയല്ല എൻ്റെ പ്രൈസ്. ഇത് നിങ്ങൾക്ക് ഏകദേശം 8,249 രൂപയ്ക്ക് മേടിക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതാണോ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 10,000? എന്തൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുക, എന്നിട്ട് എത്ര രൂപയായിരിക്കും ഈ സ്മാർട്ട് ഫോണിന് വരുന്നത് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയാൻ പറഞ്ഞാൽ ഈ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പറയില്ല 10,000 താഴെയുള്ളൊരു ഫോണാണ്. ഈ ബാക്ക് ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രീമിയം അക്രിലിക് ഗ്ലാസ് വെച്ചിട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ സീംലെസ് ആയിട്ടുള്ള ഒരു 3D PMMA ബോഡിയാണ്. അതായത് ക്യാമറ മോഡ്യൂളിന് സെപ്പറേറ്റ് ആയിട്ടൊരു കട്ടൗട്ട് ഇല്ല, ആ ബോഡിയുമായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു നല്ലൊരു പ്രീമിയം ഡിസൈനാണ്. ഈ സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ബോക്സിലാണ് വരുന്നത്. ബോക്സിനകത്ത് സ്മാർട്ട് ഫോണിന്റെ കൂടി ഇടാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി TPU കേസ്, സിം എജക്ടർ ടൂൾ, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, USB Type A to Type C കേബിൾ, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇൻ ദ ബോക്സ് ലഭിക്കുന്നുണ്ട്. വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 197 ഗ്രാം മാത്രമാണ് വരുന്നത്. തിക്നെസ് 8.99 മില്ലിമീറ്റർ, അതായത് അത്യാവശ്യം തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു നിറത്തിന് അവർ പറയുന്നത് ഇങ്ക് ബ്ലൂ എന്നാണ്. കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, ഗ്ലേസിയർ ബ്ലൂ. സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 6.6 ഇഞ്ചിന്റെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുള്ള 120 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ള ഒരു HD+ ഡിസ്പ്ലേ ആണിത്. മുകളിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബെസൽസ് കമ്പാരിറ്റീവ്ലി ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് സ്മാർട്ട് ഫോണുകളെക്കാളും കുറച്ചുകൂടി തിന്നാണ്. ഇതിനകത്ത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. സോ 60 ഹെർട്സ് ആണോ 90 ഹെർട്സ് ആണോ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാറും. ഈ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ് 3 nits ആണ്. ആൻഡ് ഏറ്റവും കൂടിയ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 400 nits ആണ്. എന്നാൽ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 563 nits വരെ പോകും. പക്ഷേ ഈ പ്രൈസിൽ കിട്ടുന്ന ഒരു ഞെട്ടിക്കുന്ന ഫീച്ചർ കാണിച്ചു തരാം. യെസ്, ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് ഉള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും ചില കമ്പനികളുണ്ട് 15,000 രൂപയ്ക്ക് പോലും സ്റ്റീരിയോ സ്പീക്കറൊക്കെ കൊടുക്കാത്ത. മുകളിൽ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗില്ല് USB Type C മൈക്രോഫോണും കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം കൺട്രോൾസും പവർ ബട്ടൺ അത് തന്നെയാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സിം ട്രേ കിട്ടുന്നുണ്ട്. 3 സ്ലോട്ട് ഉണ്ട്. യെസ്, 2 ഫിസിക്കൽ സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാനായിട്ട് പറ്റും. ബാക്ക് സൈഡിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 50 MP ക്വാഡ് പിക്സൽ എന്നും ഇവിടെ ഒരു ഫ്ലാഷും ഉണ്ട്. താഴെ മോട്ടോറോള ലോഗോ, ഒരു മാറ്റ് ഫിനിഷ് ആണ് ബാക്കിൽ വന്നിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് ഇതിൽ മീഡിയാടെക്കിന്റെ G85 പ്രോസസറാണ് വരുന്നത്. G85 എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രോസസറാണ്. ഡേ ടു ഡേ ടാസ്കുകൾ, സോഷ്യൽ മീഡിയ, ഫോൺ കോൾസ്, ടെക്സ്റ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ചെറിയ ചെറിയ ഗെയിംസ്, ക്യാൻഡി ക്രഷ് പോലത്തെ അല്ലെങ്കിൽ സബ്വേ സർഫർ പോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കാം. ഡെഫിനറ്റ്ലി ഈ പ്രൈസ് പോയിന്റിൽ ഹൈ എൻഡ് ഗെയിമിങ്ങിന് പറ്റിയ പ്രോസസർ ഒന്നുമില്ല. പക്ഷേ ഡേ ടു ഡേ ടാസ്കുകൾക്ക്, റെഗുലർ യൂസിനും യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ചിപ്സെറ്റ് ആണ്. ഇതിൽ 2 റാം വേരിയൻസ് ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയന്റ് 4 GB റാമിന്റെ ആണ്. കുറച്ചുകൂടെ ഹയർ വേരിയന്റ് 8 GB റാമിന്റെ ആണ്. ഇത് രണ്ടും LPDDR4X റാം ആണ്. സ്റ്റോറേജ് ഒറ്റ വേരിയന്റ് ആണ് വരുന്നത്. 120 GB eMMC 5.1 സ്റ്റോറേജ്. മെമ്മറി കാർഡ് നിങ്ങൾക്ക് 1 TB വരെയായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും പറ്റും. സോ വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ 8.99 mm മാത്രമല്ല ഇതിന്റെ തിക്നെസ് ഉള്ളൂ. പക്ഷേ ഈ തിക്നെസ്സിലും ഇതിനകത്ത് 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ അതിനൊത്ത ഒരു 33 വാട്ടിന്റെ ടർബോ ചാർജിങ് സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചാർജർ ഇൻബോക്സ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാം. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. ബാക്ക് സൈഡിൽ പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിന്റെ ക്വാഡ് പിക്സൽ ക്യാമറയാണ്. നോർമലി ഒരു ബഡ്ജറ്റ് ഫോൺ ക്യാമറയിൽ നമുക്ക് അത്ര വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡേ ലൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ല പോലെ തന്നെയുണ്ട്. മെയിൻലി ഞാൻ ശ്രദ്ധിച്ചത് HDR തന്നെയാണ്. എൻ്റെ HDR റീൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും HDR നല്ല പോലെ ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ കണ്ടീഷൻസിൽ നമുക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ഇത് ഇത്തരത്തിലുള്ളതും എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഓവറോൾ ബിലോ 10,000 റുപ്പീസിന്റെ പ്രൈസ് കാറ്റഗറിയിൽ ഈ ഒരു പ്രൈമറി ക്യാമറ ധാരാളമാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ നൈറ്റ് വിഷൻ ഉണ്ട്. നൈറ്റിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത് സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ പ്രൈമറി ക്യാമറ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോർ അടിക്കുമെന്ന് വിചാരിച്ച് കൂട്ടിനൊരു 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് ആ മാക്രോ ക്യാമറ അവിടെ ഉള്ളപ്പോൾ കാണാൻ രസമുണ്ട്. പക്ഷേ മാക്രോ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് കാണാൻ രസമുണ്ടോ ഇതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതൊക്കെയാണ് മാക്രോ ക്യാമറ ഫോട്ടോസ്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് സെൽഫീസ് എടുക്കാൻ 60 മെഗാപിക്സലിന്റെ ക്യാമറ തന്നിരിക്കുന്നത്. ആൻഡ്
സെൽഫീസിലും നിങ്ങൾക്ക് HDR ലഭിക്കുന്നുണ്ട്. ഔട്ട്ഡോർ കണ്ടീഷൻസിൽ ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫീസ് ആണ്. ഇൻഡോർ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് കുറവുള്ള സ്ഥലങ്ങളിൽ ഞാൻ സെൽഫീസ് എടുത്തപ്പോൾ സർഫസിൽ അതായത് ഫേസിലൊക്കെ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ചെറിയൊരു പിങ്കിഷ്നെസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് ക്യൂട്ടാക്കിയ പോലത്തെ ഉള്ളൊരു ടോണ് ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം സെൽഫീസ് എടുക്കുമ്പോൾ ഡീസൻറ്റ്. ആൻഡ് വീഡിയോസ് ഏകദേശം ഇത്തരത്തിലുള്ള ക്വാളിറ്റിയാണ് വരുന്നത്. യെസ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. സോ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നുണ്ട്. മോട്ടറോളയുടെ മൈ UX-ലാണ് ഇത് വരുന്നത്. സോ ബേസിക്കലി മോട്ടറോള ഫോൺസ് ഒരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന ഫോണുകളാണ്. പക്ഷേ ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ നോക്കിയപ്പോൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമല്ല, ഇതിനകത്ത് ഗെയിംസ് ഹബ്ബ്, എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ്, ഷോപ്പിംഗ് എന്നിങ്ങനത്തെ കുറച്ച് ഫോൾഡേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അധികം റെക്കമെൻഡേഷൻസ്, റെക്കമെൻഡഡ് ആപ്സ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ കൊഡാക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ എടുത്തിട്ട് കൊഡാക്കിൻ്റെ സൈറ്റൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ഒരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്തായാലും ക്ലീൻ ആൻഡ്രോയിഡ് ആക്കിയോ ഇല്ലയോ ഒരു കാര്യം പറയാനുണ്ട്. 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട് ഫോർ എ ബിലോ 10,000 ഫോൺ, വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി നൈസ്. ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് സെക്യൂരിറ്റി വൈസ് നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഫേസ് അൺലോക്കിന്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഫോണിന്റെ ബാക്ക് സൈഡ് IP52 റേറ്റഡ് ആണ്. ഇതിനകത്ത് 2x2 മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതേപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5 എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സ്മാർട്ട് ഫോണിന്റെ നോർമൽ പ്രൈസിംഗ് 4GB റാമും 120GB വേരിയന്റ് വരുന്നത് 8,999, അതേപോലെ 8GB റാമും 120GB വേരിയന്റ് വരുന്നത് 9,999 ആണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ എക്സ്ചേഞ്ചിന് കൊടുക്കാനുണ്ട്. സപ്പോസ് അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ 2,000 rupees ആണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ 750 rupees ഓഫർ വരും. അതായത് ഇൻ എഫക്ട് ബേസ് വേരിയന്റ് പ്രൈസ് വരുന്നത് 8,249, ഹയർ വേരിയന്റ് വരുന്നത് 9,249. പിന്നെ ജിയോയുടെ കുറച്ച് ബണ്ടിൽ ഓഫേഴ്സ് ഇറക്കിയിട്ടുണ്ട്. അതായത് ജിയോയുടെ 399 പ്ലാൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതിന് 40 പ്രാവശ്യം കിട്ടും. ഏകദേശം 2,000 രൂപ വരെ നിങ്ങൾക്ക് ജിയോയുടെ 399 പ്ലാൻ ആണ് ചെയ്യുന്നതെങ്കിൽ കിട്ടും. ആൻഡ് അഡീഷണലി ആജിയോയിലൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 2499 മുകളിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 500 rupees ഓഫർ ഉണ്ട്. അതേപോലെ യാത്ര.comൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ 1,500 rupees ഒരു ഓഫർ. മെഡിസിൻ ഒക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന നെറ്റ്മെറ്റ്സ് ഇല്ലേ, അവിടെ നിങ്ങൾക്ക് 500 rupees കിട്ടും. അതായത് ഈ കാര്യങ്ങളൊക്കെ കൂട്ടുവാണെങ്കിൽ 4,500 രൂപയോളം ഈ വൗച്ചേഴ്സും ക്യാഷ് ബാക്സും ഒക്കെ ആയിട്ട് വരും. വെൽ എനിവേ, ഒരേ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്, ഈ ഒരു സ്മാർട്ട് ഫോൺ 4G സ്മാർട്ട് ഫോൺ ആണ്, 5G സ്മാർട്ട് ഫോൺ അല്ല. 7th ഫെബ്രുവരിയിൽ ഫ്ലിപ്കാർട്ടിലും മോട്ടറോളയിലും ലീഡിംഗ് റീറ്റെയിൽ സ്റ്റോറിലും ഒക്കെ ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർച്ചയായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.